വിശദമായ വാർത്തകളിലേക്ക്. കൊച്ചിയിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വിവിധ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയ്ക്കുള്ള കാത്തിരിപ്പിലാണ്. സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇത്തവണയും കുർബാന രീതി പ്രതിസന്ധിയിലായി തുടരുകയാണ്. AT അശ്വതിയുണ്ട് വിശദാംശങ്ങളുമായി. അശ്വതി, എത്രത്തോളമുണ്ട് ഒരുക്കങ്ങൾ? കൊച്ചിയിൽ നാടും നഗരവും ഒക്കെ ക്രിസ്മസിനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കായി കൊച്ചി നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. നഗരത്തിലെ വിവിധ ദേവാലയങ്ങളിൽ, വിവിധ സഭകളുടെയൊക്കെ തന്നെ ആസ്ഥാന ദേവാലയങ്ങളിലും മറ്റ് ചെറു ദേവാലയങ്ങളിലും എല്ലായിടത്തും പാതിരാ കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾ എല്ലാവരും തന്നെ പള്ളികളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളി പള്ളിയിലാണ്. ഇടപ്പള്ളി പള്ളിയിൽ 10:30 കൂടിയായിരിക്കും കുർബാന അർപ്പിക്കുക. ഫാദർ ആന്റണി മടത്തിപ്പറമ്പിലായിരിക്കും ഇവിടെ കുർബാനയ്ക്ക് നേതൃത്വം നൽകുക. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രദക്ഷിണവും ഉണ്ടാകും. മറ്റ് ദേവാലയങ്ങളിലെല്ലാം തന്നെ സമാനമായ രീതിയിൽ പ്രദക്ഷിണവും ഒപ്പം തന്നെ കുർബാനയുമാണ് ഉണ്ടാവുക. എന്തായാലും മറ്റ് ദേവാലയങ്ങളിൽ, അത് കത്തോലിക്ക സഭയുടെയും യാക്കോബായ സഭയുടെയും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലെല്ലാം തന്നെ പാതിരാ കുർബാനകൾ ഉണ്ടാകും. ചെറിയ ദേവാലയങ്ങളിലും ഒക്കെ ഉണ്ടാകും. ഇത്തവണ കൊച്ചിയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് തീർച്ചയായും കുർബാന തർക്കം തന്നെയാണ്. ഏതൊക്കെ പള്ളികളിൽ ഇത്തവണ ഏകീകൃത കുർബാന ചൊല്ലും തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഏറ്റവും അധികം ആകാംക്ഷയോടെ ആളുകൾ ഉറ്റുനോക്കുന്നത്. അതിൽ സെന്റ് മേരീസ് ബസിലിക്കയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സെന്റ് മേരീസ് ബസിലിക്കയിൽ, സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്കയിൽ ഇത്തവണ രാത്രി പാതിരാ കുർബാന ഉണ്ടാകുകയില്ല എന്നാണ് പള്ളി വികാരി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ എന്തായാലും സഭയുടെ മറ്റു പള്ളികളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന ഇടപ്പള്ളി പള്ളിയിലടക്കം തന്നെ, ഇടപ്പള്ളി പള്ളി എന്ന് പറയുന്ന വളരെ വിശേഷപ്പെട്ട പള്ളിയാണ്. സെന്റ് ജോർജിന് സമർപ്പിച്ചിട്ടുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള പള്ളി തന്നെയാണ്. ഇവിടെയും നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇടവക വിശ്വാസികൾ മാത്രമല്ല, പുറത്തു നിന്നുള്ള ആളുകൾ, കൊച്ചിയിലെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണുന്നത് പോലെ തന്നെ വലിയ തോതിൽ ദീപാലങ്കാരങ്ങൾ കൊണ്ട് വലിയ വിസ്മയം തീർത്തിരിക്കുകയാണ് ഈ പള്ളി. ഇവിടെ നമുക്ക് പിന്നിൽ കാണുന്ന ഈ ക്രിസ്മസ് ട്രീ അലങ്കരിച്ചിരിക്കുന്നത് പൂർണ്ണമായും LED ലൈറ്റുകൾ കൊണ്ടാണ്. വഴിയോരത്തേക്ക് ഇവിടേക്ക് കിടക്കുന്ന കവാടത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അലങ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളും വലിയ രീതിയിൽ അലങ്കരിച്ചിരിക്കുന്നു. പള്ളി എപ്പോഴത്തെയും പോലെ തന്നെ ക്രിസ്തുമസ് ദിനങ്ങളിൽ, ന്യൂ ഇയർ ദിനങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ പള്ളി ഇത്തവണയും വിപുലമായി അലങ്കരിച്ചിരിക്കുന്നു. നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വിശ്വാസികളോടും നമുക്ക് ചോദിക്കാം ഈ ഇത്തവണത്തെ ക്രിസ്തുമസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ചേട്ടാ, ക്രിസ്മസ് അടിപൊളിയാണ്. ഇവിടെ പള്ളിയിൽ വൈകുന്നേരം വന്നായിരുന്നു. വൈകുന്നേരം കുർബാനയെല്ലാം കഴിഞ്ഞു. പിന്നെ വീട്ടിൽ പോയി കേക്കെല്ലാം മുറിച്ചു. ഇനി പാതിര കുർബാന ഉണ്ട്, 10:30 ആകുമ്പോഴത്തേനുണ്ട്. വെയിറ്റ് ചെയ്യാം. നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക്, ഈ പള്ളിയിലേക്ക് ഇവിടെ കുർബാന കൂടുന്നതിനും അല്ലാതെയും ഒക്കെ എത്തിയിട്ടുണ്ട്. അവരോടും ക്രിസ്തുമസ് വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം. Merry Christmas to everybody. We are enjoying here. We have come from Delhi. Although we don't understand the local language, but love is the universal language which we are enjoying here. Merry Christmas to everybody. So happy to hear in Christmas month. We are from Delhi. Specially came here for Christmas. World and all the people will happy, healthy. Merry Christmas. Thank you. ഇവിടെ കൊച്ചിക്കാരായിട്ടുള്ള ആളുകൾ മാത്രമല്ല, ഡൽഹിയിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല, സാധാരണഗതിയിൽ ഈ ഒരു സീസണിൽ, ക്രിസ്തുമസ് ന്യൂ ഇയർ സീസണിൽ ഇവിടേക്ക് എത്തുക നിരവധി ആളുകൾ പുറത്തു നിന്നൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ അല്പം മുൻപ് കണ്ടത്. എന്തായാലും കൊച്ചി മുഴുവൻ ഈ ഒരു തിരുപ്പിറവിയുടെ ആഘോഷങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ പാതിരാ കുർബാനകളും മറ്റും നടക്കുന്നതോടുകൂടി ക്രിസ്തുമസ് ആഘോഷങ്ങൾ തുടക്കം കുറിക്കുകയാണ്. അതിനുവേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിരിക്കുന്നത്.